ഹരിയാനയിലെ റോഹ്തക് സ്വദേശിയായ ഒരു പ്രമുഖ ഫിനാൻഷ്യറും വ്യവസായിയുമായിരുന്നു സാഹിൽ അഹ്ലാവത്. അടുത്തിടെ നടന്ന അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെയാണ് അദ്ദേഹം മാധ്യമശ്രദ്ധയിൽ നിറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. തൊഴിൽ: പ്രധാനമായും പണമിടപാട്, ഫിനാൻസിംഗ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പ്രാദേശികമായി സ്വാധീനമുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. കൊലപാതകം: 2026 ഏപ്രിലിൽ സാഹിലിനെ കാണാതാവുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാർ രക്തം പുരണ്ട നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആദ്യം ലഭിച്ചത്. കേസിന്റെ സാഹചര്യം: സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ക്രിമിനൽ സംഘങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുവരികയാണ്. അന്വേഷണം: ഈ കേസിൽ പിടിക്കപ്പെട്ട പ്രതികൾ നൽകിയ മൊഴി പ്രകാരം വളരെ ആസൂത്രിതമായാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതും കൊലപ്പെടുത്തിയതും. ചുരുക്കത്തിൽ, ഹരിയാനയിലെ ഒരു ബിസിനസ് തർക്കത്തെ തുടർന്ന് ദാരുണമായി കൊല്ലപ്പെട്ട വ്യക്തിയാണ് സാഹിൽ അഹ്ലാവത്. ഹരിയാനയിലെ റോഹ്തക്കിൽ നിന്നുള്ള ഫിനാൻഷ്യർ സാഹിൽ അഹ്ലാവത് വധക്കേസിലെ പ്രതി പോലീസ് ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. ഈ കേസിലെ പുതിയ സംഭവവികാസങ്ങൾ താഴെ പറയുന്നവയാണ്. ആസൂത്രിതമായ കൊലപാതകം: പിടിയിലായ പ്രതിയുടെ മൊഴി പ്രകാരം സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സാഹിലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പ്രതിയുടെ പങ്ക്: സാഹിലിനെ കെണിയിൽ വീഴ്ത്തിയതും കൊലപാതകത്തിനു ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ സഹായിച്ചതും താനാണെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ക്രിമിനൽ സംഘങ്ങളുടെ ബന്ധം: ലോറൻസ് ബിഷ്ണോയ് അല്ലെങ്കിൽ സമാനമായ ഗുണ്ടാ സംഘങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്.